സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങാതെ വിധേയപ്പെടാതെ റോഡിലേക്ക് കടന്ന് പ്രതിഷേധക്കാർ മുദ്രാവാക്യം നമ്മൾ കാണുന്നു. ഞങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കില്ല, ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരും. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒടുക്കം പോലീസിന്റെ പരമാവധിയിൽ അവർ ക്ഷമിച്ചു നിന്നെങ്കിലും സഹിച്ചു നിന്നെങ്കിലും ഏറ്റവും അവസാനം അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റുകയാണ് ഇപ്പോൾ അവർ. ഷഫീദ് തുറ. ഷഫീദ്, അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധം എത്തിയതോടുകൂടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷനെ അടക്കം ഇപ്പോൾ പോലീസ് ബസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധം ഇതോടുകൂടി അവസാനിക്കുമോ? സുഹേൽ, പൂർണ്ണമായും പ്രതിഷേധം അവസാനിപ്പിച്ചെന്ന് പറയാൻ കഴിയില്ല. കാരണം വനിതാ കേസ് പ്രവർത്തകർ ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തുകയാണ്. ചില ആളുകൾ ഈ സ്റ്റാച്യു റോഡിലൂടെ താഴേക്ക് ജനറൽ ആശുപത്രി ഭാഗത്തേക്ക് ചില പ്രവർത്തകർ ഓടിപ്പോയിട്ടുണ്ട്. പോലീസ് ആക്ഷൻ തുടങ്ങിയതിന് പിന്നാലെ. പക്ഷേ കേസുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഈ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ ഇവിടേക്ക് എത്തും. അതിനുശേഷം അവരുടെ പ്രതികരണം നമുക്ക് ലഭിക്കും. ഏതായാലും ഏതാണ്ട് 1 മണിക്കൂറിലധികം ഇവിടെ SFIക്കാർക്കും KSUക്കാർക്കും 2 നീതിയാണ്. ഞങ്ങളുടെ 3 സഹപ്രവർത്തകരെ മുഖം മൂടിയിട്ട് തീവ്രവാദികളെക്കാൾ കഷ്ടമായി അവരെ ഇപ്പോൾ വനിതാ പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റുന്നത്, ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കേസുവിൻ്റെ വനിതാ പ്രവർത്തക, അവരുടെ വനിതാ നേതാവ് പ്രിയങ്ക അടക്കമുള്ള ആളുകളെ ഇവിടെ നിന്ന് പോലീസ് മാറ്റുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസ് ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സഹിച്ചതാണ്. അതിനുശേഷമാണ് ഒരു ആക്ഷനിലേക്ക് പോയതും എന്നുള്ളതും പ്രധാനമാണ്. നിയമസഭയ്ക്ക് മുൻപിലെ പ്രതിഷേധം അതൊരു പക്ഷേ സമീപനത്തോടെ നേരിടാൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് KSU പ്രവർത്തകർ നിയമസഭയ്ക്ക് മുൻപിൽ നിന്നും പാളയം റോഡ് വഴി സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തി പ്രതിഷേധിച്ചത്. പോലീസിന്റെ ഗാർഡൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.